ഇന്റീരിയർ ഡിസൈനിങ് കമ്പനികളോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലോക്കൽ സെർച്ചിൽ ടോപ്പായിരിക്കണം. അതായത് നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിങ്ങൾക്ക് അടി കിട്ടാൻ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഒന്ന്, നിങ്ങൾക്ക് അവിടെ റിവ്യൂസിൽ അടി കിട്ടും. രണ്ടാമത്, ആളുകൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, ഗൂഗിൾ എടുക്കുന്നു, ബെസ്റ്റ് ഇന്റീരിയർ ഫേം നിയർ മീ, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും. അവിടെ നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബിസിനസ് ചെയ്യുന്നതിന്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ എങ്ങനെയായാലും ഡെവലപ്പാക്കും. അറിയില്ലെങ്കിൽ പഠിക്കുക. നിങ്ങൾക്ക് ഒരു സ്കില്ല് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതിന് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് ഇരിക്കും നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ആകും. ഇന്റീരിയർ ഡിസൈനേഴ്സിനോട് ഞാൻ പറയുന്നത്, കാരണം ഒട്ടനവധി കംപ്ലൈന്റുകളും തട്ടിപ്പുകളും ഒക്കെ നടക്കുന്ന ഒരു മേഖല. അവിടെ ക്ലയന്റിന് നിങ്ങളെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ വരുള്ളൂ. ഇഷ്ടംപോലെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ളൊരു മേഖല. അവിടെ നിങ്ങൾ ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ, ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഓട്ടോമേഷൻസ്, അതായത് കറക്റ്റ് സമയത്ത് റിപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽ കിട്ടൂല. കാരണം ആയിരക്കണക്കിന് കമ്പനികൾ ഇവിടെ ഉണ്ട്. അല്ലാതെ നിങ്ങൾ പ്രൊജക്റ്റ് ഇല്ല, ആളുകൾക്ക് കാശില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടംപോലെ ആർക്കറ്റിൽ ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത് ഓരോ വർഷം തോറും കൂടി വരികയാണ്. പിന്നെ എവിടെയാണ് നിങ്ങൾ കാശില്ല എന്ന് പറയുന്നത്? അപ്പോൾ കണക്ട് ചെയ്യാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം. താങ്ക് യു.